ഒഡീഷയിലുള്ളൊരു പാസ്റ്ററെ, ഒരു ഗ്രാമത്തിലുള്ളൊരു പാസ്റ്ററെ കുറച്ച് ബജ്റംഗ് ദൾ പ്രവർത്തകർ വന്ന് ചേർന്ന് അദ്ദേഹത്തെ വീടിനുള്ളൊരു പ്രയർ നടക്കുകയായിരുന്നു. അപ്പോൾ മത പരിവർത്തന കുറ്റം ആരോപിച്ച് പാസ്റ്ററെ അതിലുള്ള ബാക്കി കുടുംബാംഗങ്ങളെയൊക്കെ പുറത്തേക്ക് വലിച്ചൊഴിക്കുന്നു. പാസ്റ്ററെ കൊണ്ട് ചാണകം തീറ്റിക്കുന്നു, അതുപോലെ ചെരുപ്പാലൊഴിക്കുന്നു, അവരെ കൊണ്ട് ഈ ഹിന്ദുത്വ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ നിർബന്ധിക്കുന്നു, അങ്ങനെയുള്ള വാർത്തകൾ. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഒഡീഷയിലാണ് സംഭവിക്കുന്നത്. ആ ഗ്രാമത്തിലാകെ 7 ക്രൈസ്തവ കുടുംബങ്ങളുണ്ടായിരുന്നു, ബാക്കിയെല്ലാം ഹിന്ദുക്കളാണ്. 7 കുടുംബങ്ങളും അല്ലെങ്കിൽ അവരുടെ ഭാര്യയും മക്കളും ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷൻകാർ ഈ മൗന എന്താ പറയുക വിസമ്മതിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ വേണ്ടി വിസമ്മതിച്ചിരുന്നു. പിന്നീട് നിർബന്ധം മൂലമാണ് കേസെടുത്തതെന്ന് പറയപ്പെടുന്നത്. 1 മണിക്കൂറിന് ശേഷമൊക്കെയാണ്, 1-2 മണിക്കൂർ ശേഷമാണ് ഇയാളെ ഏതൊരു ഹനുമാൻ ക്ഷേത്രത്തിൽ കണ്ടെത്തി. അതും കൈയും കാലും കൂട്ടി നീട്ടുന്ന നിലയിലായിരുന്നു. അദ്ദേഹത്തോട് ഈ ചാണകം, അതായത് ഒരു പശുവിൻ്റെ വിസർജ്യം ഭക്ഷിക്കാൻ കൽപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യണേ. എന്നിട്ട് പിന്നെ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചതവുകളൊക്കെ കണ്ടിട്ട് ആശുപത്രിയിലേക്ക് മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു പതിവ് രീതി ഇതാണ്. അതായത് ഇതൊരു വാർത്ത ഒന്ന് മനസ്സിലാക്കണം. ജനുവരി 4-ാം തീയതിയാണ് ഈ വാർത്ത ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ വാർത്ത, അതായത് 19-ാം തീയതിയാണ് ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ വെറും 24 മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ വെറും ഏകദേശം 4 മണിക്കൂറൊന്നും വേണ്ട, വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ കേസെടുത്ത് ഇതിന് കാരണക്കാരായവരെ ജയിലിലിടാൻ ഇന്ത്യൻ നിയമത്തിനോ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ കണ്ണടക്കുകയാണ്. അതാണ് ഒരു രാഷ്ട്രീയ പോളറൈസേഷൻ, രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ വേറൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരിക്കലും ഇങ്ങനെ സമ്മതിച്ചുകൂടാ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് നേരെ ജനാധിപത്യ, മുമ്പ് പറഞ്ഞ പോലെ മതേതരത്വ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഭരണകർത്താക്കൾ കണ്ണടയ്ക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലക്ഷ്യമാണ് അതിന് പിന്നിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹിഡൻ അജണ്ട അതിന് പിന്നിലുണ്ട്.